എല്ലാവർക്കും അറിയാവുന്ന RSSന്റെ ക്രിമിനൽ സംഘമാണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. RSSന്റെ ഇത് നേതാക്കന്മാർ അവരെ സംരക്ഷിക്കാൻ ഉണ്ട്. ആൾക്കൂട്ട കൊല ഗുജറാത്തിലും ബീഹാറിലും ഒക്കെ നടക്കുന്നുവെന്ന് നമ്മൾ കേൾക്കുന്ന പോലെ ഉള്ള ആൾക്കൂട്ടത്തിൽ കൊലപാതകമാണ് ഇവിടെ ഇത് നടന്നിരിക്കുന്നത്. കേരളത്തിൽ ഇത് വെച്ചുറപ്പിക്കുന്നതിന് വേണ്ടി കഴിയില്ല. ഇത് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കും. എത്ര ക്രൂരമായിട്ടാണ് ആംബുലൻസിലിട്ട് അടിക്കുക, ആംബുലൻസിൽ നിന്ന് ഇറക്കി ആശുപത്രിയിൽ കയറ്റുന്ന അവസരത്തിൽ അടിക്കുക. ഇത് എത്ര മനുഷ്യത്വമില്ലായ്മയാണെന്നുള്ളവരെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങളിൽ എല്ലാ ആഘോഷങ്ങളും സംഘടിപ്പിക്കാം. അത് ഒരു ക്യാമ്പസിനകത്ത് നടത്തുമ്പോൾ പാലിച്ചിരിക്കേണ്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആഘോഷിക്കാം. ഓണം ആഘോഷിക്കാം, ക്രിസ്മസ് ആഘോഷിക്കാം, റംസാൻ ആഘോഷിക്കാം. അതിനൊന്നും ഒരു തടസ്സവും കേരളത്തിലെ ഒരു സ്കൂളുകളിലും ഇല്ല. ഏതെങ്കിലും വിദ്യാലയത്തിൽ അതിന് ഘടകവിരുദ്ധമായി പെരുമാറിയാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറല്ല. ഇപ്പൊ ഇവിടെ ഒരു രക്ഷകർത്താവ് കൊണ്ടുവന്ന പരാതിയാണ് എന്റെ ഇരിക്കുന്നത്. അത് രക്ഷകർത്താവ് കൊണ്ടുവന്ന പരാതിയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി ₹60 വെച്ച് പിരിച്ചു. അതിനുശേഷം RSSുമായി ബന്ധപ്പെട്ടുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവന്മാർ അയച്ച സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്മസ് ഇല്ല, ആഘോഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൈസ തിരിച്ചു കൊടുത്തു. ഈ അവസരത്തിലാണ് രക്ഷകർത്താവ് പരാതിയുമായി എന്റെ അടുത്ത് വരുന്നത്. ഞാൻ ഇക്കാര്യത്തിൽ ഉടനെ സർക്കുലർ കൊടുത്ത എല്ലാ സ്ഥലങ്ങളും അറിയിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കർശനമായ നിലപാട് സ്വീകരിച്ചു. കർശനമായ നിലപാടെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ച ശേഷം ക്യാൻസലാക്കിയാൽ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഞാനിന്നിപ്പോൾ പൂജപ്പുര ഗവൺമെന്റ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഞാൻ പങ്കെടുത്തു. അവിടെ മുസ്ലിം കുട്ടികളും ക്രിസ്ത്യാനി കുട്ടികളും ഹിന്ദു കുട്ടികളും എല്ലാം സന്തോഷത്തോടുകൂടി അവർ ക്രിസ്മസ് ആഘോഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ബോധപൂർവം വിദ്യാലയങ്ങളിൽ ഈ വർഗീയ ചിന്ത കടത്തിക്കൊണ്ടുവരികയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വിദ്യാഭ്യാസത്തിലൂടെ വർഗീയത കടത്തിവിട്ട് RSS കയറുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അത് സമൂഹം ശ്രദ്ധാപൂർവം കാണണമെന്ന് പറയുകയാണ്. ഈ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പല പ്രശ്നങ്ങളോടും കാണിക്കുന്ന ഒരു ചിറ്റമ്മ നയമുണ്ട്. എല്ലാ മാധ്യമങ്ങളും ഇല്ല. അത് ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ ശബരിമല നടന്ന സംഭവവികാസങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ നിരീക്ഷണത്തിലുമൊക്കെ തന്നെ ഗൌരവത്തോടു കൂടിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ വിവരങ്ങൾ അവർക്ക് കിട്ടുന്നു. മുഖം നോക്കാതെ തന്നെ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അറസ്റ്റ് ചെയ്തവരെല്ലാം ജയിലിലുമാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഇതിൽ ഉന്നത നേതാക്കന്മാരും
ഇതിൽ പങ്കുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. പങ്കുണ്ടെന്ന് പറയുമ്പോൾ ഒരു ബന്ധമുണ്ട് ഉണ്ടല്ലോ, ഒരു 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 വ്യക്തിയുമായിട്ടുള്ള അടുപ്പമാണല്ലോ പല കാര്യങ്ങളും അവരെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. അടുപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ അത് വേണ്ട രൂപത്തിൽ വ്യക്തമാക്കുന്നില്ല. ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി എന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണനെ പോറ്റിയാണ്. എല്ലാവർക്കും അതിന് ആർക്കും സംശയമില്ല, അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളതാണ്. ഗോവർദ്ധനും ആർക്കും സംശയമില്ല, എല്ലാവരും നമുക്ക് അറിയാവുന്ന ആളാണ്. സന്നിധാനത്ത് എത്തിച്ചത് ആരാണെന്നതിന്റെ നിർണായക തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, അജയ് തറയിൽ എന്നിവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. 2016 മുൻപ് നടന്ന ഈ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം പിണറായി വിജയന്റെയോ LDF സർക്കാരിന്റെയോ തലയിൽ കെട്ടിവയ്ക്കാൻ കഴിയില്ല. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം മറ്റൊന്നാണ്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതെന്താ, സോണിയാഗാന്ധി ആയതുകൊണ്ട് പിന്നെ പറയാൻ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ലേ, അല്ലെങ്കിൽ പറയാൻ പാടില്ലേ, അല്ലെങ്കിൽ അന്വേഷിക്കാൻ പാടില്ലെന്നുണ്ടോ? പോറ്റി പലതവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആന്റണി MP, അടൂർ പ്രകാശ് MP, പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നിവരാണ് ഇയാൾക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തത്. UPയുടെ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ പിന്നെ പോയിട്ടുണ്ട്. UPയുടെ ചെയർപേഴ്സൺ എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി കിട്ടുന്നവരുള്ള സെക്യൂരിറ്റി ഉള്ള സമയത്താണ് ഈ പിന്നെ പോറ്റി അകത്ത് കയറി ചെന്നിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം ബന്ധമുണ്ടെന്നർത്ഥം. ഒരു മോഷ്ടാവിനെ കൊണ്ട് സ്വന്തം പാർട്ടി അധ്യക്ഷയ്ക്ക് രക്ഷ കെട്ടിച്ചു കൊടുത്ത നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുവാൻ കോൺഗ്രസ് തയ്യാറുണ്ട്. കൂടെ പോയ MPമാർ ഇതിന് മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. പ്രതിയായ ഗോവർദ്ധന്റെ കടയിൽ നിന്ന് ഉരുക്കിയ നിലയിൽ സ്വർണം പോലീസ് കണ്ടെടുത്തിട്ടും കേസ് വഴിതിരിച്ചുവിടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. VD സതീശനും രമേശ് ചെന്നിത്തല എന്തിനാണ് SIT അന്വേഷണത്തെ എതിർക്കുന്നത്? ആരെ സംരക്ഷിക്കാനാണ് ഈ വെപ്രാളം? മാധ്യമങ്ങൾക്ക് മുന്നിൽ തനിക്കൊപ്പം നിൽക്കുന്നവർക്ക് കേസിലെ പ്രതികളുമായുള്ള ബന്ധം എന്താണെന്ന് VD സതീശൻ തുറന്നു പറയണം. UDF കാലത്തെ അഴിമതി കഥകൾ നമുക്ക് ശബരിമലയായിട്ട് ബന്ധപ്പെട്ടെടുക്കാം. അല്ലാതെ ഇതിന് ബദലായി ഞാൻ പറയുന്നതല്ല, അങ്ങനെ ഉണ്ട് എന്ന് മാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇതിന് ശബരിമല ഉണ്ടായ ഗൗരവമുള്ള കാര്യങ്ങൾ അതിന്റെ ഗൗരവത്തിൽ തന്നെ പൊയ്ക്കോട്ടെ, അതിനൊന്നും ഒരു തടസ്സമില്ല. അപ്പോ V ശിവൻകുട്ടിയും ഈ പോറ്റിയും തമ്മിൽ നിൽക്കുന്ന ഒരു പടം വന്നിരുന്നെങ്കിൽ പിറ്റേന്ന് മുതൽ രാജിവെച്ചിട്ടുള്ള സമരം തീരും ഇവിടെ. എന്തായാലും പത്രത്തിന്റെ തലക്കെട്ട് തന്നെ മാറ്റിയിട്ട് ഇത് അടിച്ചു വിടുകയാണ്. ഇപ്പൊ ബെയ്ലി പാലം 2005 തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള വ്യാജേന നിർമ്മിച്ച ഇന്ന് ഉപയോഗശൂന്യമായ പാലത്തിലൂടെ 3.25 കോടി രൂപയാണ് ദേവസ്വം ബോർഡ് നഷ്ടമായത്. ഭൂമി ഇടപാട് ഇടുക്കി കമ്പക്കല്ലിൽ വനവൽക്കരണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനായി 7.5 കോടി രൂപ അഡ്വാൻസ് നൽകി മുക്കിയത്. ഉണ്ണികൃഷ്ണ പണിക്കരെയും നടി ജയമാലയും ഉപയോഗിച്ച് ജ്യോതിഷ വിവാദങ്ങൾ സൃഷ്ടിച്ചത് UDFന്റെ ഭരണകാലത്താണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. സാമഗ്രി വാങ്ങാൻ ആന്ധ്രയിൽ നിന്ന് ശർക്കര വാങ്ങിയതിലും 1,81,00,000 രൂപയുടെ പാത്രങ്ങൾ വാങ്ങിയതിലും നടന്ന വൻ ക്രമക്കേടുകളാണെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പാരഡിയുടെ കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് ചേർക്കണം. സോണിയാഗാന്ധിജിയെ കാണാൻ പോയ കാര്യവും
നിരന്തരമായി സോണിയാഗാന്ധിയുടെ വീട്ടിൽ സന്ദർശനം നടത്തുന്നത് ആരാണെന്നും ഈ പാരഡിയിൽ ചേർക്കണം. ഈ പാരഡി എഴുതിയ ആളുടെ നല്ല കലാകാരനാണ്. അത് ഇതും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ഗംഭീരമായിരിക്കും, കാര്യങ്ങൾ സത്യസന്ധമായി വന്നേക്കും. ശബരിമലയിലെ പുണ്യത്തെ പോലും കച്ചവടമാക്കിയ പാരമ്പര്യമാണ് UDF-നുള്ളത്. കള്ളന്മാരെ സംരക്ഷിക്കാൻ എങ്ങനെ ശ്രമിച്ചാലും സത്യം പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ശബരിമല സ്വർണ്ണക്കള്ളക്കേസുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 2016 മുൻപ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മറ്റ് UDF നേതാക്കൾക്കുമൊപ്പം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇയാളെ സന്നിധാനത്ത് എത്തിച്ചതും സംരക്ഷിച്ചതും UDF നേതൃത്വമാണെന്ന് സമ്മതിക്കാൻ അങ്ങ് തയ്യാറുണ്ടോ? സ്വർണ്ണക്കേസിലെ പ്രതിയെ സ്വന്തം പാർട്ടി അധ്യക്ഷയായ സോണിയാഗാന്ധിയുടെ വസതിയിൽ എത്തിക്കുകയും രക്ഷ കെട്ടിക്കുകയും, ആ പാർട്ടി ചേർക്കാൻ പറ്റിയ ഒരു വാക്കാണ് രക്ഷ കെട്ടിക്കുക. വേണമെങ്കിൽ ഒരു താളം കൊടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നല്ല ഒരു താളം കൊടുക്കാൻ വേണ്ടി പറ്റും. എത്തിക്കുകയും രക്ഷ കെട്ടിക്കുകയും ചെയ്ത MP-മാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങയുടെ ഇരുവശത്തു നിൽക്കുന്ന പ്രാദേശിക നേതാക്കൾക്ക് ഈ സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളുമായുള്ള അവിശുദ്ധ ബന്ധം എന്താണെന്ന് ജനങ്ങളോട് തുറന്നു പറയുവാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറുണ്ട്. ബെയിലി പാലം മുതൽ പാത്രക്കച്ചവടം വരെ ശബരിമലയുടെ പേരിൽ കോടികളുടെ അഴിമതി നടത്തിയ ചരിത്രമുള്ള UDF ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് ഭക്തരെ വീണ്ടും കബളിക്കാൻ മാത്രമാണ്. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് TV കണ്ടോട്ടോ. സോണിയാഗാന്ധി, ഉണ്ണികൃഷ്ണൻ പോറ്റി, അടൂർ പ്രകാശ്, ഗോവർദ്ധന്, ഇത്ര അടുത്ത് ഇത്രയും കൂട്ട് വേറെ ആരെങ്കിലും തമ്മിലുണ്ടോ? വളരെ സൗഹൃദപരമായി നിൽക്കുന്ന കാര്യം. ഇപ്പം സോണിയാഗാന്ധി അതിന് ഇതിൽ കൂടെ നിൽക്കുന്ന പോറ്റി ജയിലിൽ. സോണിയാഗാന്ധിക്ക് ഒരു ബന്ധമില്ലെങ്കിൽ ഇങ്ങനെ ഇത്തിരി അടുത്ത് നിൽക്കും. ഒന്ന്, സ്ഥിര സന്ദർശന. വേറൊരു ഫോട്ടോ, സോണിയാഗാന്ധിയും പോറ്റി. അടൂർ പ്രകാശൻ കല്യാണ ഫോട്ടോയിലല്ലേ നിൽക്കുന്നത്. സോണിയാഗാന്ധിയായിട്ട് വേറൊരു ടൈപ്പ് ഫോട്ടോ. സോണിയാഗാന്ധി, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബാംഗങ്ങളും കൂടി ചേർന്നുള്ള ഫോട്ടോ. പിന്നെ കർണാടക, അതാണ് അവിടെ കർണാടക വിദ്യാഭ്യാസ മന്ത്രി പോറ്റി. ഇനി കേരളം ഒന്നും ആയിപ്പോലെ. നമ്മുടെ കുമാരസ്വാമിയും പോറ്റി. ആന്റണി, പ്രയാർ ഗോപാലകൃഷ്ണൻ, സോണിയാഗാന്ധി, പോറ്റി. എല്ലാ സ്ഥലത്തും സോണിയാഗാന്ധി കൊണ്ട് നിർത്തിയത്. പോറ്റി സോണിയാഗാന്ധിക്ക് രക്ഷ കെട്ടിക്കിടന്നത്. അതോടുകൂടി സോണിയാഗാന്ധിയുടെ
ഇപ്പുറത്ത് അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന്റെ ഒരു ബന്ധം അന്വേഷണം വേണമല്ലോ. അതൊരു തികച്ചും ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണല്ലോ. അല്ലെങ്കിൽ ഏത് അന്വേഷണ ഏജൻസി ആയിരുന്നാലും ഈ യഥാർത്ഥ പ്രധാനപ്പെട്ട കള്ളൻ നിരന്തരമായി ബന്ധപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചും ആ വീടിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ആവശ്യമാണല്ലോ. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരുടെ പേരിൽ അന്വേഷണം വേണമല്ലോ. തീർച്ചയായിട്ടും അന്വേഷണം വേണം. അല്ലെങ്കിൽ ആ അന്വേഷണം സത്യസന്ധമാവില്ല. ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ളത്. ഞാൻ നോട്ട് തരാം. ഈ കൈറ്റിന്റെ നേതൃത്വത്തിൽ ഇപ്പോ ഹരിത വിദ്യാലയത്തിന്റെ മത്സരം ആരംഭിക്കുകയാണ്. പത്രങ്ങളെല്ലാം കൊടുക്കേണ്ടതാണ്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടന്നത്, ജനകീയ പിന്തുണ എങ്ങനെയായിരുന്നു, അവരുടെ ആസൂത്രണ പദ്ധതി എന്തായിരുന്നു, ഇതൊക്കെ എല്ലാ അധ്യാപകരും പരിശോധിക്കണം. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൈസ് മണിയാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ പൈസയാണ് കൊടുത്തിരുന്നത്. ഞാനിപ്പോൾ പുതിയ ഇതിൽ നിർദ്ദേശം കൊടുത്ത് അവർക്ക് ICT ഉപകരണങ്ങൾ വാങ്ങി കൊടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു. അതനുസരിച്ച് ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ാം സമ്മാനം നേടുന്നവർക്ക് 7 ലക്ഷം രൂപയുടെയും 7 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. 2ാം സ്ഥാനക്കാർക്ക് 5 ലക്ഷം രൂപ, 5,28,000 രൂപയും 3ാം സ്ഥാനക്കാർക്ക് 3,52,000 രൂപയും അവസാന റൌണ്ടിലെത്തുന്ന 2 സ്കൂളുകൾക്ക് 1,76,000 രൂപയുടെ ഉപകരണങ്ങളും സമ്മാനമായി നൽകും. പ്രൈമറി വിഭാഗത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾക്ക് യഥാക്രമം 5,28,000, 3,52,000, 2,46,000 രൂപയുടെ വീതം ഉപകരണങ്ങൾ സമ്മാനമായി നൽകുന്നുണ്ട്. അവസാന റൌണ്ടിലെത്തിയ മറ്റ് 2 സ്കൂളുകൾക്ക് 1,41,000 രൂപയുടെ ഉപകരണങ്ങൾ ആണ് ലഭിക്കുക. 2011 ഹരിത വിദ്യാലയ സീസൺ 1 വേണ്ടി ഓർമ്മിക്കുറിപ്പ് സാർ രചിച്ച് ഐസക് തോമസ് കോട്ടുകാപ്പള്ളി സംഗീതം നൽകിയ വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് ആലപിച്ച മുദ്രഗാനമാണ് ഇന്നിപ്പോ റിലീസ് ചെയ്തത്. ഇത് പൊതുവിദ്യാലയങ്ങളിൽ നടക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള മത്സരമാണ് നടക്കുന്നത്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ഇത്രയും വലിയൊരു പ്രൈസ് മണി കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മത്സരം നടത്തുന്നത് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു മെഗാ ഇവന്റാണ് നമ്മുടെ ഹരിത വിദ്യാലയ മത്സരം എന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തെ വിവിധ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ചില അംഗങ്ങൾ നിയമം അനുശാസിക്കുന്ന മാതൃകയിൽ നിന്ന് വ്യതിചലിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതീവ ഗൌരവമുള്ള വിഷയമാണ്. ഭരണഘടനാപരമായ നടപടിക്രമങ്ങളെയും ചട്ടങ്ങളെയും കാറ്റിൽ പറത്തുന്ന ഇത്തരം പ്രവണതകൾ അംഗീകരിക്കാനാവില്ല. പഞ്ചായത്ത് മുനിസിപ്പൽ നിയമങ്ങൾ പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ ആണ് ചെയ്യേണ്ടത്. എന്നാൽ ചിലയിടങ്ങളിൽ വിവിധ പേരുകളിൽ സത്യപ്രതിജ്ഞ ചെയ്തതായി റിപ്പോർട്ടുണ്ട്. നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിലല്ലാതെ അതിൽ മാറ്റം വരുത്തിയോ കൂട്ടിച്ചേർത്തോ ചെയ്യുന്ന സത്യപ്രതിജ്ഞകൾക്ക് നിയമസാധുതയില്ലെന്ന് സുപ്രീംകോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്തവർക്ക് നിയമപരമായ അധികാരം ഏറ്റെടുക്കാനാവില്ല. സാധുവായ സത്യപ്രതിജ്ഞ ചെയ്യാത്ത കാലത്തോളം ഇവർക്ക് കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനോ സംസാരിക്കാനോ വോട്ട് രേഖപ്പെടുത്താനോ അവകാശമുണ്ടായിരിക്കില്ല. അത്തരം പങ്കാളിത്തം നിയമവിരുദ്ധവും അനധികൃതവുമാണെന്ന് കാണുക. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അന്തസ്സും നിയമവാഴ്ചയും ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കർശന നടപടികൾ സ്വീകരിക്കണം. നിയമം അനുശാസിക്കുന്ന കൃത്യമായ മാതൃകയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ജനപ്രതിനിധികൾ തയ്യാറാവണം. അല്ലാത്തപക്ഷം അവരുടെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നതായി കണക്കാക്കേണ്ടി വരും.
ജനാധിപത്യ പ്രക്രിയയെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വേദിയാക്കി മാറ്റുന്നത് ഭൂഷണമല്ല. ഇത്രയാണുള്ളത്. നാളെ തീരുമാനിക്കുന്നത്. നാളത്തെ ക്യാബിനറ്റിലെ തീരുമാനം. നാളത്തെ ക്യാബിനറ്റ് തീരുമാനിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ആ കമ്മിറ്റി എടുത്ത ശേഷം ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനത്തിൽ പോയല്ലോ. അതിനുശേഷം കൂടാൻ വേണ്ടി പറ്റിയില്ല. അതെ, തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം ഞങ്ങൾ അംഗീകരിക്കും. ആ പരാജയത്തിലുണ്ടായ കുറവുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റി മുതൽ ചർച്ച ചെയ്ത് അതിനാവശ്യമായ മാറ്റങ്ങൾ പ്രവർത്തന ശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വേണ്ട സ്ഥലത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വോട്ടിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 101 വാർഡിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ LDF ഇപ്പോഴും മുന്നിലാണ്. ഇപ്പോഴും LDF മുന്നിൽ തന്നെയാണ്. ചെറിയ വോട്ടിനാണെങ്കിലും 2000 താഴെയുള്ള വോട്ടാണ് മുന്നിൽ തന്നെയാണ്. LDFന്റെ അടിത്തറയൊന്നും പോയിട്ടേ ഇല്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഒരു 10ന് താഴെയുള്ള വാർഡുകൾ 100 വോട്ടിന് താഴെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ 50 എന്നുള്ള നിലയിലേക്ക് BJPക്ക് എത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഒരു കനത്ത തിരിച്ചടിയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എങ്കിലും ഒരു ഇതുവരെ ഉണ്ടായിരുന്ന കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു. അത് ഗൗരവത്തോടുകൂടി തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ പിന്നെ അതൊരു രഹസ്യമായിട്ട് കൂടുന്ന അർത്ഥമില്ലല്ലോ. പറയാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പൊതുയോഗം വെച്ച് പറയുന്നുണ്ട്. മിനിസ്റ്റർക്കെതിരെ വിമർശനം ഉണ്ടായി എന്ന വാർത്തകളുണ്ട്. താങ്കളുടെ പ്രവർത്തനം കൂടി മോശമായി എന്ന തരത്തിലുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നെപ്പറ്റി പ്രവർത്തനം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച അന്ന് പോലുണ്ട്. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ വിമർശനം ഉണ്ടാവാറുണ്ട്, തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്, അത് തിരുത്താൻ വേണ്ടി പറയാറുണ്ട്. നമ്മളെല്ലാം മനുഷ്യരില്ലേ. അങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും പിശകുകളും തെറ്റുകളൊക്കെ പറ്റാറില്ലേ. അല്ലാതെ വേറെ ഒരു എനിക്കെതിരായിട്ട് അങ്ങനെ ഒരു ആരോപണം ഒന്ന് വിമർശനം വേറൊന്ന്, ഇത് രണ്ടാണല്ലോ. അങ്ങനെ ഒന്നും ഒരു കാര്യം വന്നിട്ടില്ല. നമ്മളിപ്പോ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ മാത്രമല്ലേ വിമർശനം വരേണ്ട കാര്യമുള്ളൂ. നിങ്ങൾക്ക് ബോധ്യമുണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ആര് പറയുന്നു? തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അവലോകനം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും തോന്നുന്ന എന്തെല്ലാം അഭിപ്രായങ്ങൾ കമ്മിറ്റിയിൽ വരുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു 10-20 പത്രക്കാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പല അഭിപ്രായങ്ങളിലും ഉണ്ടാവുന്നത്. ആ അഭിപ്രായങ്ങൾ ആത്യന്തികമായിട്ടുള്ള അവസാന തീരുമാനമൊന്നുമല്ലല്ലോ. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പല അഭിപ്രായങ്ങളും ഓരോരുത്തരുടെ രാഷ്ട്രീയ ധാരണ അനുസരിച്ച് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും വരും. അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്നത് സ്വർണ്ണ കൊള്ളയാണെന്ന്, ചില ആൾക്കാർക്ക് വേറെ കാര്യമായിട്ടൊന്നും ചോദിക്കും. എന്തായാലും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് ആരുടെ ഭാഗത്തു നിന്നുള്ള അങ്ങനെ ഒരു വിലയിരുത്തലേ ഇല്ല. PMC ഒപ്പുവെച്ച ശേഷമാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷ ആൾക്കാരും PMC എന്നൊരു പ്രോജക്റ്റ് ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അതൊക്കെ വെറുതെ പറയണ്ട. അതെങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ധൈര്യം വന്ന് RSS ആയിട്ട് ഞങ്ങളെല്ലാം കൂട്ടുകാരും എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ RSS നേരിട്ടല്ലേ പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഞങ്ങളുടെ ശത്രുവും ഞങ്ങളെ വേട്ടയാടപ്പെടുകയും ഞങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു RSS പ്രസ്ഥാനത്തിന് RSS എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ ഇത് വന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. അത് പിന്നെ കേന്ദ്ര ഗവൺമെന്റാണ്, ഫെഡറൽ സംവിധാനമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളെയും അവഗണിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ? ജനാധിപത്യ പ്രക്രിയയിൽ ബുദ്ധിമുട്ടാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനവും തോൽവിക്ക് കാരണമായിട്ടുള്ളത് തരത്തിൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനോടുള്ള മറുപടി എന്താ? വിമർശനം എവിടുന്നാ വരുന്നത്? പലയിടങ്ങളിൽ നിന്ന് ഇങ്ങനെ അത്തരത്തിലൊരു ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമായി ഉയർന്നു. എനിക്കറിയില്ല, നിങ്ങളാരും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ സോണിയാഗാന്ധി പോറ്റി തമ്മിലുള്ള പിന്നെ ചിത്രത്തെ പറ്റി ഒന്നും പറയുന്നില്ല. അതെന്താ? അത് നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. നാളെ എത്ര പത്രങ്ങളിൽ ടി വിയിലുണ്ടോന്നൊന്നും അറിയട്ടെ. അതിപ്പോ SIT അന്വേഷണത്തിൽ ഈ മന്ത്രി ഉന്നയിച്ച ഈ വിഷയങ്ങൾ കൂടി വരുമോ? അതെനിക്കറിയില്ല. നമ്മളെ SIT ആരും അല്ലല്ലോ. ആവശ്യമുണ്ടോ? അല്ല, ഒരു അന്വേഷണം നടത്തുന്ന സംഘം ഈ ഇങ്ങനെ ഒരു വിവരം ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്തണ്ടേ എന്നുള്ള സംശയമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ അന്വേഷണത്തെ മെല്ലെ അതിനെ സ്ലോ ഡൗൺ ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുകയാണ്. 2 IPS ഓഫീസർമാരെ അതിനു വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. അവരുടെ പേര് ഇപ്പൊ അദ്ദേഹം പറയുന്നില്ല. അവർ അതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ആ പേര് വെളിപ്പെടുത്തുന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സ്ഥിരം ഞാനിപ്പം പറയില്ല, ഞാൻ ഒരു ബോംബ് പൊട്ടിക്കും. ഇതൊക്കെ പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥിരം പല്ലവികളാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. അന്വേഷണത്തിന് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സമിതിയല്ലേ അന്വേഷണം നടത്തുന്നത്. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാര്യം തോന്നുന്നു. ഇവിടെ പിന്നെ CPMന്റെ നേതാവായിരുന്ന പത്മകുമാർ എന്നെ അറസ്റ്റ് ചെയ്തു, മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തു. അതിലെന്തെങ്കിലും ഇടപെടൽ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടോ? ആദ്യം പിന്നെ ഞാൻ ചോദിച്ച കാര്യങ്ങൾക്ക് പിന്നെ സോണിയാഗാന്ധിയുടെ അടുത്ത് നിരവധി പ്രാവശ്യം എന്തിനീ പോറ്റിപ്പോയി, ഇത്രയും കള്ള പോറ്റി, എന്തിന് പിന്നെ നൂല് കെട്ടാൻ വേണ്ടി പോയി, നൂല് കയ്യിൽ കെട്ടാൻ. രാഖിയല്ല ശത്രു സംഹാര അല്ലേ, ശത്രുക്കളെ നേരിടുന്നതിന് വേണ്ടിയുള്ള നൂല്. അപ്പൊ ആ കാര്യങ്ങൾ പറഞ്ഞു. ഒരു ദിവസം പോയി ഇത് നിരന്തരമായി ഓരോരുത്തരും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനെപ്പറ്റി ആദ്യം പറയട്ടെ അദ്ദേഹം. മറ്റു കാര്യം ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം.